ഇതുകൊണ്ടാട്ടോ കളിക്കാണ്ട് ദീദി എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഒരു ബൈ എന്നാ. അതന്നെ, എല്ലാത്തിനും ആദ്യം ഒരു വീഴ്ച വേണം. അതല്ലേ ഐശ്വര്യം, അതല്ലേ ഇതിന് ആദ്യം നിങ്ങൾ കണ്ടത്. ഇന്ന് ഞങ്ങൾ കുട്ടിപ്പട്ടാളംസ് എല്ലാം കൂടി എങ്ങോട്ടാണ്? കുട്ടിപ്പട്ടാളംസ് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ആൻറ്റി ഉണ്ട്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നടന്ന പ്ലാനിങ് ആണിത്. നാളെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവല്ലേ പറഞ്ഞ് ആൻറ്റി തുടങ്ങി. പിന്നെ ഞങ്ങൾ വിടുവോ? ഇല്ല. അങ്ങനെ ഞങ്ങളും പിന്നെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം എടുത്തുള്ള ഇടക്കരയ്ക്ക് ബസ് കയറി പോകാനുള്ള ഒരു പ്ലാനിങ് ആണ്. ഇതെന്താ ഇടക്കരയ്ക്ക് പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നടന്നതാണോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇതിലൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരാൾ അവിടെ ഇട്ട് പോകുന്ന കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരാളല്ല, 3 ആൾ നമ്മൾ അവിടെ ഇട്ട് പോന്നിട്ടുണ്ട്. അതായത് അവരൊക്കെ കൊണ്ടുപോയി അച്ചറ പുച്ചറ കച്ചറയിക്കാരോ അതുകൊണ്ട് നമ്മൾ അവരൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 5 ആൾ മാത്രമാണ് കേട്ടോ പോയത്. സങ്കടം ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ സങ്കടം ഉണ്ട്, പക്ഷെ ഓരോ കൊണ്ടുപോയി അതിൻ്റെ കാർ ഇതേക്കാരം. അപ്പം പിന്നെ നമ്മൾ മുണ്ടാതെ അങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ നേരെ പോയത് മിൽക്കാവിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അവിൽ മിൽക്കും ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു കാര്യം കുട്ടികൾ മറക്കാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ലേസും ചോക്ലേറ്റും ഒക്കെ വാങ്ങണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ഡെണ്ണും കൊടുത്താൽ ഞാൻ പോകുന്നത്, എന്താവെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇനി അവിടെ ഇങ്ങനെ അലയാൻ പോവാണ്. സത്യത്തിൽ ഇതൊരു രസം ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കുട്ടികൾ മാത്രം പോകും. കുട്ടികൾ മാത്രമല്ലേ. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കയ്യിലൊക്കെ പൈസ കരുതിയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിൽ മിൽക്ക് ക്യാൻറ്റീൻ്റെ വക, അതിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് പിന്നെ അത് ഞങ്ങൾ അങ്ങോട്ട് വിട്ട് കളഞ്ഞ് ബാക്കിയുള്ള ക്യാരി ഫ്രഷ് പോക്കൊക്കെ പിന്നെ ഞങ്ങൾ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ബസ്സിൽ നിന്ന് കുറേ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ചിരി തന്നെയായിരുന്നു മുഴുവൻ. അത് ആളുകളൊക്കെ മുഴുവൻ ഞങ്ങൾ നോക്കിയായിരുന്നു. ഇവരൊക്കെ ഫസ്റ്റ് ആണോ ബസ്സക്ക്, ഫസ്റ്റ് ടൈം ആണെന്നൊക്കെ ആലോചിച്ച് എന്തായാലും ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അച്ചറ പൊച്ചറ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു ഒറ്റക്ക് പൈസ എടുക്കുക എന്നുള്ള പ്ലാനിങ് വേറെ ആരുമല്ല, കുട്ടികളുടെ അടുത്ത് തന്നെയാണ് വന്നത്. അല്ലാതെ ആൻറ്റിക്ക് ഇതിലൊരു ബന്ധമല്ല. എന്നാലും ഞാൻ വെറുതെ അങ്ങനെ പറയുമ്പോൾ ഒരു രസം. പിന്നെ നമ്മൾ ലേസും കാര്യങ്ങളും ഐസ്ക്രീമും തിന്നുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു കാര്യമായിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണല്ലോ അവിടെ കാര്യമായിട്ടുള്ളതും. പിന്നെ എൻ്റെ അനിയിൽ നിന്ന് എനിക്കൊരു സർപ്രൈസ് സംഭവം കിട്ടി. ഇതാണ് അതിൻ്റെ അടിയിൽ കൂടെ എനിക്കത് കിട്ടി. ഓൻ്റെ എമ്പുരാൻ പാട്ടും പാടിയിട്ട് ചെവി എനിക്ക് ഇവിടെ തുറന്നു വെക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ ഫുൾ അടച്ചു വെച്ചൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ബില്ലടിക്കണമല്ലോ. വളരെ എണ്ണാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വിടലുണ്ട് വിട്ട്, അതായത് നടന്നു തന്നെ അർത്ഥം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബസ് കയറിയപ്പോൾ ഫസ്റ്റത്തെ ബസ് ഫുള്ള് തിരക്കിയെന്നല്ല, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ബസ് അല്ല കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് സീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചില വാക്കുകൾ ചില ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അടിമുടി നോക്കാതെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ.